ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. പരശുരാമ ഗർവഭംഗം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽകന്നാൻ. മന്നവ, കുറഞ്ഞൊരു ഭീതിയുമുണ്ടാകുമിപ്പോൾ, പിന്നേടം അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബെടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കരുണാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം, ജമദഗ്നിപുത്രാ മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയാ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചസ്ഥയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ. കാൽ തളിരിണതവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വഹ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്ത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ, നിന്നോടു യുദ്ധം ചെയ്വൻ. അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്നതോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുമാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും, ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേഭതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ
ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ, സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു? നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു? നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേൻ, ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലയല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല, ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം, അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ, കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ പരൻ, ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം, നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു, വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുമതി, മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവരാമാ ലക്ഷ്യം കാട്ടിത്തന്നീടവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ, ശ്രീരമണാത്മരാമ ലോകാഭിരാമ രാമ, ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രമാരമണ രഘുപതേ, ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ, ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാന്നിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ, ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു, സദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോകം തപസാതേ, സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നതറിഞ്ഞാലും. മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും, കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹേനെ, ചൊല്ലിടും കാർത്യവീരാർജുനനാം നൃപേന്ദ്രനെ. വല്ലജാതിയും അവൻ അൽക്കലാംശതനല്ലോ, വല്ലഭം ധനുർവേദത്തിനവൻ നേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി, യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗി ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സന്യൂനം ദാശരഥി തന്നീലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ച് വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ, നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തന സുധനല്ലോ നീ ജഗൽപദേ. എങ്കിലുള്ളൊരു മഹാ വൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം.
ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മബുദ്ധ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി വാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മയാ സംവൃതം ലോകമോർത്താൽ, താവൽ പര്യന്തമറിയാവതല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാരപാരാവാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വൽജ്ഞാനപാരന്മാരാ മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും. തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തെങ്കിൽ നിന്നാശു വേർപെട്ടു ഭവചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും. ത്വൽഭക്തിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നതറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംബദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ദേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ, നമോസ്തുതേ. ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസം ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവാ രഘുപതേ രാമ കാരുണ്യാംബുധേ. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും. മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ദുഃഖീടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും മകന്നുതൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ.
ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും. ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകിയ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ. ദൂതനെ അയച്ചത് കണ്ടൊരു ദശരഥൻ സോദരനായി മേ വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോട് നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജ നന്ദനോടും ചേർന്ന് കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട് തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണ ക്ലാസ് തുടരുന്നു. അയോധ്യ നരേശനായ ദശരഥൻ്റെ പുത്രന്മാരുടെയും അതുപോലെ തന്നെ ജനക മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജനായ കുശധ്വജൻ്റെയും പുത്രിമാരുടെ വിവാഹ മഹോത്സവം കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അയോധ്യയിലേക്ക് പുത്രന്മാരോടൊപ്പം പുത്രബന്ധുക്കളോടൊപ്പം ദശരഥനും പരിവാരങ്ങളും കൂടെ യാത്രയാവുകയാണ്. ധാരാളം ധനം ദശരഥ മഹാരാജാവ് ശ്രീരാമദേവനും അതുപോലെ തന്നെ ദശരഥനും മന്ത്രിമാർക്കും ഒക്കെ തന്നെ കൊടുക്കുകയുണ്ടായി. അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അവർ യാത്രയാവുകയാണ്. വിവാഹ മഹോത്സവമാണ് അവിടെ നടന്നത്. അങ്ങനെ ഒരു 3 യോജന വഴി സഞ്ചരിച്ചപ്പോഴേക്കും ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങി. തുടർന്ന് പരശുരാമൻ്റെ രംഗപ്രവേശമാണ്. പരശുരാമ ഗർഭഭംഗം എന്ന ഭാഗമാണ് നാം ഇന്ന് ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കൂ, അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽകുന്നാൻ. അപ്പോൾ വസിഷ്ഠനെ വന്ദിച്ചുകൊണ്ട് ദശരഥൻ എന്താണ് ഈ ദുർനിമിത്തങ്ങളുടെ കാരണമെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, മന്നവ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടും അഭയവും ഉണ്ടാകുമെന്നറിഞ്ഞാലും. വസിഷ്ഠൻ അന്നേരം പറഞ്ഞു, ചെറിയൊരു ഭയത്തിനിടയുണ്ട്, പക്ഷേ ആ ഭയം നീങ്ങുകയും ചെയ്യും, ഒന്നും പേടിക്കാനില്ല. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും, ഒന്നും പേടിക്കാനില്ല. ഇനി ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ, അതിന് നല്ലതേ വരികയുള്ളൂ, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കീർത്തിയും ഒക്കെ വർദ്ധിക്കുമെന്ന് വസിഷ്ഠൻ ഗുരു പറയുകയുണ്ടായി. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. ഇങ്ങനെ വിധിസുതനായ ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ പറഞ്ഞപ്പോൾ വഴിയുടെ മധ്യത്തിലായി ഭാർഗവരാമനെ കാണുകയുണ്ടായി, പരശുരാമനെ കാണുകയുണ്ടായി. അദ്ദേഹത്തെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്: നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബഡവാനല സമൻ ക്രുദ്ധനായി
പരശു ബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. വസിഷ്ഠന് പ്രകാരം ദശരഥനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വഴിമധ്യത്തിൽ പരശുരാമൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രൂപം വർണ്ണിച്ചിരിക്കുന്നു. കാർമേഘ സമൂഹത്തിൻ്റെ നിറമാണ്. കാർമേഘക്കൂട്ടത്തിൻ്റെ നിർമ്മലമായ നിറത്തോടും ബഡവാഗ്നിക്ക് തുല്യനായിട്ട് അത്രയും തീക്ഷ്ണ ശോഭയോടുകൂടി പരമശിവന്റെ ആ ശിഷ്യനായ പരശുരാമൻ കോപത്തോടുകൂടി പരശുവും തൻ്റെ ആയുധമായ പരശുവും വില്ലുമൊക്കെ ഏന്തിക്കൊണ്ടങ്ങനെ നിൽക്കുകയാണ്. പദ്ധതി മധ്യേ, വഴി മധ്യേ നിൽക്കുന്നു. അതുകൊണ്ട് ദശരഥൻ ഭയപ്പെട്ട് ഓടിച്ചെന്ന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മറ്റുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിന്നു പോവുകയാണ്. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിന്നു പോവുകയാണ് ആളുകൾ. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തും വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചാൻ പലതരം. ദശരഥനാകെ ഭയപ്പെട്ടിരിക്കുകയാണ്. ദുഃഖമുണ്ട് അദ്ദേഹത്തിന്. ഭയന്നുപോയി. എന്താണ് പരശുരാമൻ പറയുന്നത് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കോപിഷ്ഠനാണ്, ക്ഷത്രിയാന്തകനുമാണ്. ദുഃഖിതനായ ആ ദശരഥൻ വീണ്ടും വീണ്ടും വണങ്ങിക്കൊണ്ട് ഭക്തിപൂർവം ഭാർഗവരാമനെ സ്തുതിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം സ്തുതിക്കുന്നു. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുബാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. കാർത്തവീര്യാരേ, കാർത്തവീര്യൻ്റെ ശത്രുവായ അല്ലയോ തപോനിധേ, കാരുണ്യാംബുധേ, ക്ഷത്രിയാന്തക, ക്ഷത്രിയന്മാരുടെ അന്തക, പരിത്രാഹിമാം, എന്നെ രക്ഷിക്കണേ. ജപദഗ്നിപുത്ര, ജപദഗ്നി മഹർഷിയുടെ പുത്ര, മാം, എന്നെ, പരിത്രാഹി, രക്ഷിക്കണേ. രേണുകാത്മജ, പരശുവാണേ, പരശു കൈരന്തിവനെ, പരിപാലയ കുലം മമ, എൻ്റെ കുലത്തെ രക്ഷിക്കണേ. പരമേശ്വരപ്രിയ, പരമേശ്വരന് പ്രിയനായിട്ടുള്ളവനെ, പരിപാലയ നിത്യം, എപ്പോഴും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്ഥയ പിതൃഗണതർപ്പണം ചെയ്ത നാഥ. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച്, ക്ഷത്രിയ സമൂഹത്തിൻ്റെ രക്തതീർത്ഥത്തിൽ, ക്ഷത്രിയാന്തകനാണല്ലോ, 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ക്ഷത്രിയ സമൂഹത്തിൻ്റെ രക്തതീർത്ഥത്തിൽ കുളിച്ച് പിതൃഗണങ്ങൾക്ക് തർപ്പണം ചെയ്ത അല്ലയോ തപോനിധേ, കാത്തുകൊള്ളുക. തപോനിധേ, തപോവാരിധേ, ഭൃഗുപതേ, ഭൃഗുവംശ നായക, ഞങ്ങളെ കാത്തുകൊള്ളണേ. കാത്തുകൊള്ളുക തപോനിധേ, കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. അങ്ങയുടെ കാൽപാദങ്ങൾ കാൽത്തളിരിണ മാത്രമാണ്, കാൽത്തളിരുകളാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത്, മറ്റൊന്നുമില്ല. ഞങ്ങളെ രക്ഷിക്കണേ അല്ലയോ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം ദശരഥൻ ചൊന്നത് ആദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്തിയാ സത്വരം ശ്രീരാമനോടരുൾ ചെയ്തിടിഞ്ഞാൻ. അപ്പോൾ ദശരഥൻ ഇങ്ങനെ താണ് വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊന്നും വകവയ്ക്കാതെ ആ കോപാഗ്നിയിൽ ആളിക്കത്തും പോലെയാണ്. ബദ്ധരോഷേണ വന്യജ്വാല, അഗ്നി പൊങ്ങിയിടുന്ന വണ്ണം, മുഖം അങ്ങനെ മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്തിയ, ഉച്ചനേരത്തെ സൂര്യമണ്ഡല പ്രകാരമാണോ ശോഭിക്കുന്നത് അതേപോലെ ഉഗ്രമായ തേജസ്സോടെ ആ പരശുരാമൻ ശ്രീരാമനോടാണ് പറയുന്നത്. പ്രകാരം ദശരഥൻ സ്തുതിച്ചതൊന്നും കേട്ടിട്ടില്ല. അതൊന്നും അദ്ദേഹം ചെവിക്കൊള്ളാതെ ശ്രീരാമനോട് പ്രകാരം പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ. ഞാനൊഴിഞ്ഞുണ്ടോ, ഞാനൊഴിഞ്ഞ് മറ്റൊരു രാമൻ ഈ 3 ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ?
എന്നാണ് ചോദിക്കുന്നത്. ഇദ്ദേഹം പരശുരാമനാണ്, ഇപ്പോഴുള്ള ത്രേതായുഗത്തിലെ ശ്രീരാമനാണ്. അപ്പം ആ രാമൻ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ, ഈ 3 ലോകത്തിലും ഞാനൊഴിഞ്ഞിട്ട് മറ്റേത് രാമനാണുള്ളത്? മാനവരായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ല അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭം ഉണ്ടല്ലോ കേൾ. എന്താണ് പറഞ്ഞത്? മനുഷ്യനായ ഭവാൻ ക്ഷത്രിയൻ എന്നാണെങ്കിൽ അരക്ഷണം, അരനിമിഷം എന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്ക്. വില്ലുപയോഗിക്കുന്നതിൽ നിനക്ക് നല്ല സാമർഥ്യമുണ്ടെന്നാണ് കേട്ടുകേൾവി. കാരണം ശൈവചാപം ഖണ്ഡിച്ചിട്ടാണല്ലോ വരുന്നത്, അത് കേട്ടിട്ടുള്ള കോപത്തിലാണ് വരുന്നത്. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. നീയാണല്ലോ ശൈവചാപം, ശിവൻ്റെ പരമേശ്വരൻ്റെ, എൻ്റെ ഗുരുവായ പരമേശ്വരൻ്റെ ആ ചാപം ഖണ്ഡിച്ചത്, പൊട്ടിച്ചത് നീയാണല്ലോ. എന്നാൽ എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. എൻ്റെ കയ്യിൽ അതിശക്തമായ വൈഷ്ണവചാപമുണ്ട്. സത്വരം ക്ഷത്രിയകുലജാതനാകില്, നീ ക്ഷത്രിയകുലത്തിലാണ് ജനിച്ചതെങ്കിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. ക്ഷത്രിയവംശത്തിലാണ് നീ ജനിച്ചെങ്കിൽ ഈ വെല്ലെടുത്ത് കുലയ്ക്കുക, എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം കുലയ്ക്കുക, എന്നിട്ട് ഞാൻ നിന്നോട് അപ്പോൾ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി യുദ്ധം ചെയ്യുന്നില്ല അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ച് വീഴുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നത് ധരിച്ചാലും. നീ എന്നോട് യുദ്ധം ചെയ്തില്ലെങ്കിൽ ക്ഷത്രിയ ഈ കൂട്ടത്തോടെ ഞാൻ എല്ലാവരെയും കൊന്നുകളയും, അതിന് യാതൊന്നും സംശയം വേണ്ട. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ? ഞാൻ ക്ഷത്രിയ കുലത്തിൻ്റെ അന്തകനാണെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേ ഉണ്ടെന്നോർക്ക നീ. ശത്രുത്വം പണ്ടുപണ്ടേ തന്നെയുണ്ട്. കാരണം നീ ക്ഷത്രിയനാണ്, ഞാൻ ക്ഷത്രിയ അന്തകനാണ്. അതുകൊണ്ട് നിന്റെ ശത്രു ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. തുടർന്ന് ഭാർഗവരാമൻ പറയുകയാണ്, രേണുകാത്മജൻ ഏവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമെന്ന് പറച്ചു ഗിരികളും. രേണുകാത്മജൻ, രേണുകയുടെ പുത്രനായ ഭാർഗവരാമൻ ഇപ്രകാരം പറഞ്ഞ സമയത്ത് ക്ഷോണിയും ഭൂമിയും പർവ്വതങ്ങളും ഗിരികളുമൊക്കെ വിറയ്ക്കുകയും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്ന് കലങ്ങി മറിഞ്ഞതു. ദിക്കുകളൊക്കെ അന്ധകാരം കൊണ്ട് മറഞ്ഞു, സമുദ്രമൊക്കെ കലങ്ങി മറിഞ്ഞു. എന്തോന്ന് വരുന്നതെന്നോർത്ത് ദേവാദികളും, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ദേവാദികളും ഭയന്നു. ചിന്ത പൂണ്ടുഴന്നു താപസപരന്മാരും. താപസപരന്മാരൊക്കെ ചിന്താക്രാന്തരായി. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ട് വേപത് പൂണ്ടു. ദശരഥനാണെങ്കിലോ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. വിരിഞ്ചതനയനായ വസിഷ്ഠനും വളരെയധികം ദുഃഖമുണ്ടായി. ആ സമയത്ത് ഭഗവാൻ ശ്രീരാമൻ്റെ ഭാവം എന്താണ് നോക്കൂ. മുഗ്ധഭാവവും പൂണ്ടു രാമനാകുമാരനും ക്രുദ്ധനാ പരശുരാമൻ തന്നോട് അരുൾ ചെയ്തു. മുഗ്ധഭാവം പൂണ്ടു, ഒന്നും അറിയില്ല എന്നുള്ള ഒരു ഭാവത്തിൽ പുഞ്ചിരി പൂണ്ട് ആ കുമാരനായ രാമൻ ക്രുദ്ധനായ പരശുരാമനോട് ഇപ്രകാരം പറയുകയാണ്. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ, സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. അപ്പോൾ ആ ഭഗവാൻ എന്താണ് പറഞ്ഞത്? ശ്രീരാമസ്വാമി എന്താണ് പറയുന്നത്? ക്രുദ്ധനായ പരശുരാമൻ ഇങ്ങനെ കലിപൂണ്ട് നിൽക്കുന്ന സമയത്ത് വളരെ ശാന്തചിത്തനായിട്ട് എപ്രകാരം പറഞ്ഞു. മഹാന്മാരെന്ന് പ്രസിദ്ധരായ ചൊല്ലഴും മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ, മഹാന്മാരായ ഈ ഗംഭീരാശയന്മാരായ പ്രൗഢാത്മാക്കൾ കുട്ടികളോട് എപ്രകാരം തുടങ്ങിയാൽ അവർക്ക് പിന്നെ ആരാണൊരാശ്രയമുള്ളത്? തപോനിധേ, പിന്നെ അവർ സ്വന്തം ആശ്രമധർമ്മമൊക്കെ എങ്ങനെയാണ്, കുലധർമ്മമൊക്കെ എങ്ങനെ പാലിക്കാൻ പറ്റും? കുട്ടികളോട് ഇങ്ങനെ കോപിക്കാൻ പാടുമോ എന്ന് ചോദിക്കുകയാണ്. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ എന്നാ ചോദിക്കുന്നത്. അപ്പം അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് പിന്നീട് വല്ല മാറ്റം വരുമോ? ഒന്നുമില്ലല്ലോ. അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. അപ്പം അന്ധനായ എന്ന് പറഞ്ഞാൽ കണ്ണു കാണാൻ വയ്യാത്തെന്നല്ല, ഒന്നും അറിയില്ലാത്ത ഈ ബാലന് എങ്ങനെയാണ് ഈ ഗുണബന്ധനം ഭവിപ്പിക്കാൻ സാധിക്കുക? ഗുണങ്ങളുടെ ചേർച്ച എന്നർത്ഥമുണ്ട്. ഗുണബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാണ്, ഗുണത്തിന് ഞാണെന്നുള്ളൊരർത്ഥമുണ്ട്. ഈ വില്ലെടുത്ത് ഞാൻ ബന്ധിക്കാനായിട്ട് ചെറിയ ബാലകനായി എനിക്കാവുമോ എന്ന് ചോദിക്കുകയാണ്.
ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യവും ഇല്ലതാനും. ഞാൻ ക്ഷത്രിയ കുലത്തിലാണോ ജനിച്ചതെങ്കിലും എനിക്ക് ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങളിൽ വലിയ സാമർഥ്യമൊന്നുമില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊരു വിനയാന്വിതനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുറച്ചറിയാമെങ്കിൽ തന്നെ എല്ലാമായി എന്നുള്ളൊരു ഡംബ് നടിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ രാമൻ്റെ കഥ പഠിക്കേണ്ടത്. എനിക്കൊരു സാമർഥ്യവുമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. ശത്രുവെന്നും മിത്രമെന്നും ഉദാസീനെന്നൊക്കെയുള്ള ഒരു ഭേദചിന്തയൊന്നും എനിക്കില്ല. അപ്പോൾ ആ വ്യത്യാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അങ്ങ് മഹാനാണല്ലോ, ഈ കുട്ടിയായി ഞാൻ എന്ത് ചെയ്യാനാണ്? ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ല, എനിക്കാണെങ്കിൽ ശത്രുക്കളെ കൊല്ലാനുള്ള ശക്തിയുമില്ല, ഞാൻ കുട്ടിയല്ലേ. അതുപോലെ തന്നെ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം. കാലകാലൻ ആരാണ്? അന്തകാന്തകൻ, അന്തകൻ്റെ അന്തകൻ ഭഗവാൻ പരമേശ്വരൻ. പരമേശ്വരന് പോലും അങ്ങയുടെ തീരുമാനം ലംഘിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും അതുമൂലം വില്ലിങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാക വേണ്ട. എന്തായാലും അങ്ങ് ഞാൻ യുദ്ധം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ബില്ലിങ്ങോട്ട് തരിക. കഴിയുന്നത് ഞാൻ കുലച്ച് നോക്കാം, കുലയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ അങ്ങക്ക് വിരോധം തോന്നരുതേ എന്ന് ഉള്ളൊരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ്. രാമൻ്റെ ആ സംസാര രീതി നമ്മൾ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ക്രോധാത്മാക്കളോട്, ക്രോധിച്ചു വരുന്നവരോട്, കോപിച്ചു വരുന്നവരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ് രാമായണം. തുടർന്ന് സുന്ദരൻ, സുകുമാരൻ, ഇന്ദിരാപതി രാമൻ, കന്ദർപ്പകളേബരൻ, കഞ്ചലോചനൻ പരൻ, ചന്ദ്രചൂഡ, അരവിന്ദ, മന്ദിര, മഹേന്ദ്രാദി വൃന്ദാരക കേന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ. നോക്കൂ, സുന്ദരനും സുകുമാരനും ഇന്ദിരാവതിയും ലക്ഷ്മീവതിയും കാമകളേബരനും, കാമദേവനെ പോലെ സുന്ദരനും താമരക്കണ്ണനും, അതുപോലെ തന്നെ ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രാദിദേവന്മാർ, മുനിമാർ മുതലായവരാൽ വന്ദിക്കപ്പെടുന്ന ആ ദേവനായ ആ ശ്രീരാമസ്വാമി മന്ദഹാസവം കൊണ്ട് വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു. ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു. അപ്പോൾ സുകുമാര കളയബരനായ ആ ഭഗവാൻ, നാരായണന്റെ അവതാരമായ രാമസ്വാമി പുഞ്ചിരിയോടുകൂടി ആദരപൂർവം ആ വില്ല് പരശുരാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ നിന്നപ്പോൾ 14 ലോകങ്ങളിലും ആ ഒരു ദിവ്യ തേജസ് നിറഞ്ഞു കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ലോകം മുഴുവനും 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം, ആ തേജസ് കാണുകയാണ്. എല്ലാവർക്കും കാണാൻ. കുലച്ചു. അതിനുശേഷം ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? കുലച്ചു, ബാണം ഏകമെടുത്തു തൊടുത്ത് ആശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമമാണ്. യാതൊരു പരിശ്രമവും കൂടാതെ വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവും കൂടാതെ ഭഗവാൻ വില്ല് കുലച്ച് ഒരു ബാണം തൊടുത്തിട്ട് പരശുരാമനോട് ഇപ്രകാരം ചോദിക്കുകയാണ്. ചോദിച്ചു ഭൃഗുപതിയോട് ആ രഘുപതി ചോദിക്കുകയാണ്, മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ, മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ, ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നേട വേണം എന്നാണ് പറഞ്ഞത്. വളരെ മര്യാദയോടുകൂടി മര്യാദാ പുരുഷോത്തമനായ ആ ഭഗവാൻ പറയുകയാണ്, ദയാനിധേ, ഞാൻ വില്ല് കുലച്ചിരിക്കുകയാണ്, ശരം ബാണം തൊടുത്തിട്ടുണ്ട്, എൻ്റെ ശരം നിഷ്ഫലമാവുകയില്ല, അല്ലയോ ഭാർഗവരാമ, ഈ അമ്പിനെ ലക്ഷ്യം കാണിച്ചു തരണം എന്ന് പറയുകയാണ്. രാമൻ്റെ ബാണമാണ്, ലക്ഷ്യം കാണാതെ ബാണം അടങ്ങില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരം അരുൾ ചെയ്തു. ശ്രീരാമൻ്റെ ഈ വാക്കുകൾ കേട്ട സമയത്ത് ഭാർഗവരാമനായ ആ ഭാർഗവ രാമൻ
ആരൂഢാനന്ദം ഉത്തരം അരുൾ ചെയ്തു. വളരെ സന്തോഷത്തോട് ശ്രീരാമന്റെ വാക്കുകൾ കേട്ട പരശുരാമൻ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറയുകയാണോ? എന്താണ് പറഞ്ഞത്? രാമനെ സ്തുതിക്കുകയാണ്. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണ ആത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ. ശ്രീരാമനെ എങ്ങനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മഹാഭാഗോ ജാനകീപതേ ലക്ഷ്മീകാന്ത ആത്മാരാമ ലോകാഭിരാമ ശ്രീരാമ സീതാഭിരാമ ആനന്ദസ്വരൂപ വിഷ്ണു രഘുപതി പുരുഷോത്തമ ദയാനിധേ. ഇപ്പോൾ ഭാർഗവരാമന് രാമൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ ശ്രീരാമ രാമ രമാരമണ ലക്ഷ്മീവതേ രഘുരാമ രഘുപതേ ശ്രീരാമ പുരുഷോത്തമ ദയാനിധേ. സൃഷ്ടിസ്ഥിതി പ്രളയഹേതു മൂർത്തേ, സൃഷ്ടിയും സ്ഥിതിയും പ്രളയത്തിൻ്റെയും മൂർത്തിയായ അല്ലയോ ഭഗവാനെ. ദശരഥനന്ദന ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. കൗസല്യാത്മജനായ അല്ലയോ ഭഗവാനെ, സൃഷ്ടിസ്ഥിതി പ്രളയത്തിൻ്റെയും ആ ഒരു കാരണമായിട്ടുള്ളവനെ, കൗസല്യാത്മജ ഹരേ കാരുണ്യവാരുധേ. എൻ്റെ പഴയ കഥ കേട്ടാലും എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരിധേ പാരാനിധേ. കാരുണ്യത്തിൻ്റെ ആ കടലായ ഭഗവാനെ, അങ്ങ് എൻ്റെ ആ പഴയ കഥ കേട്ടാലും. എന്താണ് ആ പഴയ കഥ? ഭാർഗവരാമൻ പറയുന്നത്, അദ്ദേഹം പറയുകയാണ്, ഭഗവാനോട് അരുൾ ചെയ്യുകയാണ്. ചക്രതീർത്ഥത്തിങ്കൽ ചെന്ന് എത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ് ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. എന്താണ് പറയുന്നത്? ബാല്യകാലത്ത് ചക്രതീർത്ഥത്തിൽ പോയി. ഒരു തീർത്ഥത്തിൻ്റെ പേരാണ് ചക്രം എന്ന് പറഞ്ഞാൽ സുദർശനമാണ്. ചക്രതീർത്ഥത്തിൽ ഞാൻ പോയി, ബാല്യകാലത്താണ് പോയത് അല്ലയോ. അവിടെ നിന്ന് ചക്രപാണിയെ സ്തുതിച്ചു. ചക്രപാണി, ചക്രം പാണിയിൽ വഹിക്കുന്ന ആൾ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിനെ വളരെ കാലം ഞാൻ തപസ് ചെയ്തു. ഉഗ്രമായ തപസ്സുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ച് അനുദിനം സേവിച്ചേൻ ഭഗവാനെ. എൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം ഞാൻ നിഗ്രഹിച്ചുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം ഞാൻ അടക്കിക്കൊണ്ട് ഞാൻ തപസ് ചെയ്തു. വളരെ കാലം ഞാൻ തപസ് ചെയ്തു, ഉഗ്രമായ തപസ് ചെയ്തു. ഒടുവിൽ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു. നൽ പുരോഭാഗേ വന്ന് സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൻ. അങ്ങനെ എൻ്റെ ഉഗ്രമായ തപസ്സുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി. കൈവല്യമൂർത്തിയായ ആ ദേവേന്ദ്രനാൽ സേവിക്കപ്പെടുന്നവനുമായ ആ ജിഷ്ണുവിനാൽ സേവിതനായ ആ ഭഗവാന്, സേവിക്കപ്പെടുന്നവനും എല്ലാവരാലും ഭജിക്കപ്പെടുന്നവനുമായ ഭഗവാൻ നാരായണൻ എൻ്റെ മുൻപിൽ, എൻ്റെ പുരോഭാഗേ പ്രത്യക്ഷനായിട്ട് ഇപ്രകാരം എന്നോട് പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാ തേ തപസാ. അങ്ങയുടെ തപസാൽ തുഷ്ടോഹം, എനിക്ക് സന്തോഷമായി. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ, അല്ലയോ ഉത്തമനായ ബ്രാഹ്മണ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും. എൻ്റെ തേജസ് നിന്നിലുണ്ട്, നീ ചെയ്യേണ്ടതായ കർത്തവ്യമുണ്ട്. കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ. എൻ്റെ തേജസ്സാണ് അങ്ങയിലുള്ളതെന്നറിയുക. കൂടാതെ ധാരാളം കർത്തവ്യങ്ങൾ അങ്ങ് ചെയ്യേണ്ടതുണ്ട്. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. എന്നിട്ട് പറയുകയാണ്, നിന്റെ അച്ഛനെ കൊന്ന ആ ഹേഹയ രാജാവായ കാർത്തവീര്യാർജുനനെ വധിക്കണം. അതായത് തൻ്റെ അച്ഛനായ ജമദഗ്നിയെ കൊന്നതുകൊണ്ട് ആണ് ക്ഷത്രിയന്മാരെ മുഴുവനും കൊന്നൊടുക്കുന്നത്. അമ്മ രേണുക 21 വട്ടം നെഞ്ചത്തടിച്ച് നിലവിളിച്ചതിൻ്റെ ഫലമായിട്ട് 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയന്മാരെ ഹനിച്ചു എന്നാണ് പുരാണ പ്രസിദ്ധം. അപ്പോൾ ഭഗവാനും ഇപ്രകാരം പറയുകയുണ്ടായി, കാർത്തവീര്യാർജുനനെ വധിക്കണം, അവൻ എൻ്റെ വംശത്തിൽ തന്നെ ജനിച്ചവനാണ് എന്ന് പറയുന്നുണ്ട്.
ചൊല്ലഴും കർത്തവീരാർജുനനാം നൃപേന്ദ്രനെ വല്ലജാതിയും കൊല്ലണം. അവൻ മൽകലാംസജനല്ലോ, എൻ്റെ കുലത്തിൽ തന്നെ ജനിച്ചവനാണ് അവൻ. അവൻ വല്ലഭനും ധനുർവേദത്തിന് അവനേറും ക്ഷത്രിയ വംശജനും. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്യുക പൃഥ്വിമണ്ഡലമൊക്കെ. പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായ തപോനിഷ്ഠയെ വസിച്ചാലും പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ കാർത്തവീരാർജുനെ കൊല്ലണം. എൻ്റെ അംശത്തിൽ പിറന്നവൻ കൂടിയാണ്. എൻ്റെ കലാംശത്തിൽ പിറന്നവനാണ്. ധനുർവിദ്യയിൽ അവൻ സമർത്ഥനാണ്. അതുകൊണ്ട് തന്നെ 21 വട്ടം ഈ ക്ഷത്രിയവംശം നശിപ്പിച്ചിട്ട് അവരുടെ ആ ഭൂമി മുഴുവനും, ക്ഷത്രിയന്മാരുടെ ആ ഭൂമി മുഴുവനും പിടിച്ചെടുത്തിട്ട് ആർക്ക് ദാനം ചെയ്യണം? കശ്യപന് ദാനം ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ശാന്തചിത്തനായിട്ട്, വധാനന്തരം ശാന്തചിത്തനായിട്ട് പിന്നീട് തപോനിഷ്ഠയോടുകൂടി വസിക്കുക എന്നാണ് ഭഗവാൻ അരുളി ചെയ്തത്. ഈ കാര്യമാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയുന്നത്. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ പുത്രന തനയനായി വന്ന് അവതരിച്ചിടും. അതിനുശേഷം ഞാൻ ത്രേതായുഗത്തിൽ ദശരഥൻ്റെ മകനായിട്ട് വന്ന് ഭൂമിയിൽ ജനിക്കും. അന്ന് നമുക്കത് കാണാമെന്ന് പറയുന്നത്. അന്ന് കണ്ടിടാം തമ്മിൽ, എന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥിയിലാക്കിയിടുക നീ. അന്ന് നമുക്ക് കാണാം. ത്രേതായുഗത്തിൽ ഞാൻ രാമനായിട്ട് ജനിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പോൾ എൻ്റെ തേജസ് ദശരഥ പുത്രനിൽ ലയിപ്പിക്കണം. അന്യൂന്യം ദാശരഥി തന്നിലാക്കിയിടുക എന്ന് പറയുന്നുണ്ട്. പിന്നെയും തപസ് ചെയ്ത് ആ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ച് വസിച്ചിടുക മഹാമുനെ. അതിനുശേഷം എൻ്റെ തേജസ് ശ്രീരാമനെ ലയിപ്പിച്ചതിന് ശേഷം, ദശരഥപുത്രനിൽ ലയിപ്പിച്ചതിന് ശേഷം പിന്നെയും നീ തപസ് ചെയ്ത് ബ്രഹ്മപ്രളയം വരെ എന്നെ ഭജിച്ചുകൊണ്ട് നീ വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നരുൾ ചെയ്ത് മറഞ്ഞിടിനാൻ നാരായണൻ. ഭഗവാൻ മഹാവിഷ്ണു നാരായണൻ അന്തർധാനം ചെയ്തു. തൻ നിയോഗങ്ങളെല്ലാം ചെയ്തിരിതു ഞാനും നാഥ, നിന്തിരുപടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗത്പതി. അപ്പോൾ ഭഗവാൻ പറഞ്ഞ നിയോഗങ്ങളെല്ലാം, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലയോ നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപതി. ദശരഥപുത്രനായിട്ട് ജഗൽപദ ഭഗവാൻ ജനിച്ചിരിക്കുകയാണല്ലോ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. അപ്പോൾ പറയുകയാണ്, അപ്പോൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അല്ലയോ ലോകനാഥ, അങ്ങ് ദശരഥപുത്രനായിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണല്ലോ. എന്നിലുണ്ടായ ഈ വൈഷ്ണവ തേജസ്സെല്ലാം ഞാൻ ഭഗവാനെ അങ്ങിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില്ല് നിന്റെ കയ്യിൽ തന്നത് എന്ന് പറയുകയുണ്ടായി. ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. അപ്പോൾ എൻ്റെ തേജസ്സെല്ലാം അങ്ങയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാരാൽ പ്രാർത്ഥിച്ചുകൊണ്ട് സകല കാര്യങ്ങളും നിന്റെ മായാബലം കൊണ്ട് സാധിക്കുകയാണല്ലോ എന്ന് പറയുകയുണ്ടായി. അല്ലയോ ജഗന്നാഥ, ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. എൻ്റെ അഭിഷ്ടങ്ങളെല്ലാം സാധിച്ചിരിക്കുകയാണ്. എൻ്റെ ജന്മം സഫലമായിരിക്കുകയാണ്. മുമ്പ് ഞാൻ ചെയ്ത തപസ്സിനൊക്കെ എനിക്ക് ഇന്ന് ഫലം കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിർമ്മലമായ ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാത്തൊരു നിർമ്മലമായ രൂപം കാണുമാറായി വന്നത്. ബ്രഹ്മാവിന് പോലും ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കാണാൻ പറ്റാത്ത ദുർലഭമായി കിട്ടുന്നതാണ് ഭഗവത് ദർശനം എന്ന് പറയുന്നത്. ആ നിർമ്മലമായ രൂപം എനിക്ക് കാണാൻ സാധിച്ചല്ലോ. അതുതന്നെ എൻ്റെ മഹാഭാഗ്യമാണ്. ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അപ്പോൾ അങ്ങയുടെ നിർമ്മലമായ രൂപം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ധന്യനായി കൃതാർത്ഥനായി അങ്ങയുടെ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. അതാണ് പറയുന്നത്. എന്താണ്
അപ്പോൾ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഈ ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 ഭാവങ്ങൾ നിനക്കില്ലല്ലോ, ഭഗവാനില്ലല്ലോ. മനുഷ്യരായി പിറന്നിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ജനനവും ബാല്യ കൗമാരാദികളും യൗവന വാർദ്ധക്യ മരണാദികളും ഒക്കെ ആ ഒരു ഭാവമൊക്കെ ആർക്കേ ഉണ്ടാവുള്ളൂ, മനുഷ്യന്മാർക്കേ ഉണ്ടാവുള്ളൂ. ഭഗവാൻ ഇതൊന്നും ഇല്ലാത്തയാളാണ്. നിർവികാരാത്മ പരിപൂർണനായിരിപ്പോ ഒരു നിർവാണപ്രദനല്ലോ നിന്തിരുപടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം പറയുകയാണ്. ഭഗവാനെ, അവിടുന്ന് നിർവികാരനും പരിപൂർണനും മോക്ഷപ്രദനുമാണല്ലോ അങ്ങ്. തീയിൽ എപ്രകാരമാണ് പുകയുള്ളത്, വെള്ളത്തിൽ എപ്രകാരമാണോ നുരയുള്ളത് പോലെ, അതേപോലെ ഭഗവാനെ അവിടുത്തെ മായാവൈഭവം അത്ഭുതകരം തന്നെയാണ്. അത് ചിത്രം ചിത്രം അത്ഭുതകരമാണ്. യാവൽ പര്യന്തം മായാസമൃദ്ധം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. ഭഗവാനെ, അങ്ങയുടെ തത്വം ആർക്കാണ് അറിയാൻ പറ്റുക? ഈ മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലത്തോളം ലോകത്തിൽ അങ്ങയുടെ തത്വം ആർക്കും അറിയാൻ പറ്റില്ല. മായയാൽ മൂടിയിരിക്കുകയാണ് മനുഷ്യർ. അതുകൊണ്ട് ആർക്കും അങ്ങയുടെ ആ ഒരു ഭാവം അറിയാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് ഭാർഗവരാമൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, സത്സംഗം കൊണ്ട് ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരഥന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാ രചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നത് കാലം കൊണ്ടേ. അപ്പോൾ ഇവിടെ സത്സംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലം ഇവിടെ പറയുകയാണ്. സത്സംഗം കൊണ്ട് ലഭിക്കുന്ന ഭക്തിയോടെ നിന്നെ ആരാധിക്കുന്ന മനുഷ്യർ നിന്റെ മായ കൊണ്ട് നിർമ്മിതമായ ഈ ഒരു സംസാര സമുദ്രം മെല്ലെ മെല്ലെ തരണം ചെയ്യുന്നു. അതുപോലെ തന്നെ കാലാന്തരത്തിൽ നിന്റെ ജ്ഞാനത്തിൽ, അതായത് ത്വൽജ്ഞാന തൽപരന്മാരാ മാനുഷ ജനങ്ങൾക്ക് ഉള്ള അജ്ഞാനം നീക്കുവൊരു സൽഗുരു ലഭിച്ചിടും. ഇവിടെ പറയുന്നത് സത്സംഗത്തിൻ്റെ പ്രാധാന്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാധകന്മാർക്ക് ഇടയ്ക്കിടെ സത്സംഗങ്ങൾ നടക്കാറുണ്ട്. ഓരോ ജില്ലയ്ക്കും നമ്മൾ സത്സംഗങ്ങൾ നടത്താറുണ്ട്, മാസത്തിലൊന്നായിട്ടല്ലേ. ഇവിടെ ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ സത്സംഗങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ സത്സംഗം നടത്തുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. ആചാര്യൻ എപ്പോഴും സത്സംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്നുണ്ട്. ഇപ്പോൾ രാമായണം കൂടെ ഈ സത്സംഗത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. എപ്രകാരമാണ്? വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം ആഹ്ലാദത്തോടുകൂടി എങ്ങനെയാണോ കഴിയുന്നത്, അതേപോലെയാണ് മായാമാനുഷവേഷം ധരിച്ച അനന്തസ്വരൂപനായ ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവിയോടൊത്ത് വളരെ സന്തോഷത്തോടുകൂടി അയോധ്യയിൽ അങ്ങനെ വസിക്കുകയാണ്. തുടർന്ന് കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയന്മാരെ കൂട്ടിക്കൊണ്ടങ്ങ് ചെൽവാൻ ദൂതനെ അയച്ചു കണ്ടോ ഒരു ദശരഥൻ സോദരനായി മേവിയിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോട് നടന്നിടിനാരവർകളും. ആ കാലത്താണ് കേകയ രാജാവായ കൈകേയിയുടെ രാജ്യം. ആ കേകയ രാജാവായ യുധാജിത്ത് കൈകേയിയുടെ മകനായ ഭരതനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ദൂതനെ അയോധ്യയിലേക്ക് അയക്കുകയുണ്ടായി. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ, നീ അമ്മയുടെ ഗൃഹത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് മകനെ കൂട്ടിക്കൊണ്ടു പോകാൻ ദൂതനെ അയച്ചിരിക്കുകയാണ് കേകയ രാജാവായ യുധാജിത്ത്. അപ്പോൾ ദശരഥൻ ശത്രുഘ്നോട് കൂടിയിട്ട് ഭരതനെ കേകയ രാജ്യത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഭരതനും ശത്രുഘ്നും വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോവുകയാണ്. തുടർന്ന് മാതുലനെ കണ്ട് ഭരതശത്രുഘ്നന്മാർ ആമോദം ഉൾക്കൊണ്ട് വസിച്ചിടുന്ന രഘുകാലം. അങ്ങനെ കേകയ രാജ്യത്തിലെത്തി അമ്മാവനെ കണ്ടു, മാതുലനെ കണ്ടു, സന്തോഷത്തോടുകൂടി അവരങ്ങനെ അവിടെ കഴിയുകയാണ്. അപ്പോൾ അയോധ്യയിൽ മൈഥിലിയോടും നിജ നന്ദനനോടും ചേർന്ന് കൗസല്യാദേവിദാനം പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരും പുത്രന്മാരോടും നിജഭാമിനിമാരോടും രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ. അപ്പോൾ കേകയ രാജ്യത്തിലേക്ക് കൈകേയിയുടെ പുത്രനായ ഭരതനും ശത്രുഘ്നനും പോയിരിക്കുകയാണ്.
ഭരതൻ്റെ കൂടെ ശത്രുഘ്നനും പോയിട്ടുണ്ട്. അപ്പം തുടർന്ന് കൗസല്യാദേവി വളരെ സന്തോഷത്തോടു കൂടി സീതയോടും രാമനോടും ഒക്കെ കൂടെ വളരെ ആനന്ദത്തോടു കൂടി അയോധ്യയിൽ കഴിയുകയാണ്. അപ്പോൾ ദശരഥൻ രാമലക്ഷ്മണന്മാരോടും തൻ്റെ ഭാര്യമാരോടും ഒക്കെ കൂടെ അയോധ്യാപുരിയിൽ ഇന്ദ്രൻ എപ്രകാരമാണോ സ്വർഗത്തിൽ സസുഖം വാഴുന്നത് അതേപോലെ വാഴുകയാണ്. വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട് തന്നുടെ മായാദേവിയാകിയ സീതാദേവിയോടും ഒന്നിച്ച് വാണാൻ അയോധ്യാപുരി തന്നിൽ നന്ദി. ഇപ്പോൾ നിർവികാരനും പരമാനന്ദമൂർത്തിയുമായ ആ വിഷ്ണു ഭഗവാൻ മനുഷ്യരൂപം ധരിച്ച് മായാദേവിയായ സീതയോടുമൊക്കെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടി അയോധ്യയിൽ അങ്ങനെ വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മുടെ ബാലകാന്ഡം ഉമാമഹേശ്വര സംവാദം ബാലകാന്ഡം സമാപിക്കുകയാണ്. തുടർന്ന് അയോധ്യാകാന്ഡമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാമായണം ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.